catwalk image. Yeah. എന്ത് ഞാൻ ഈ റൂമിൽ കിടന്നുറങ്ങും. രാത്രി 8:30 സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരാൾക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി. ആ വ്യക്തിയാണിത്. അപ്പൊ ഞങ്ങളിപ്പം രാത്രി 8:30 കടയിൽ പോവാണ് ഐസ്ക്രീമും പെപ്സിയും മേടിക്കാൻ. ഇട്ടങ്ങളെ കോലം കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഇല്ല, ബാഗ് ഒരു ഞങ്ങളുടെ കോലം ഇതാണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. വീട്ടിൽ കൂടെ ഉള്ള ഡ്രസ്സും ജസ്റ്റ് ഒരു കോട്ടും എടുത്തിട്ട് അതും സോക്സും ചെരുപ്പ് മാത്രം. റൺവേ മോഡലിന് പഠിക്കുക. അതെ, ട്രെയിൻഡ് ബൈ ഡെന്ന കൂനൻ ഡേവിസ്. കണ്ടോ ഇവളുടെ സ്റ്റൈലാണ്. എന്റെ സ്റ്റൈൽ കാണിച്ചു കൊടുക്ക്. അതെ, ബ്യൂട്ടിഫുൾ. ഒരു catwalk image. Yeah. അമ്മൊന്നൊന്ന് കാണിച്ച്. കോലമാണ് മാൻ. ഇവളുടെ ഐസ്ക്രീം. ഡെന്നയ്ക്ക് എന്ത് കഴിക്കണം? മൂവി നൈറ്റ് ആണെന്ന് ഞങ്ങൾ എന്നെ കൊണ്ട് 5 കണ്ട് തീർത്ത് ഇനി ഒരു സിനിമയും കൂടി കാണാൻ. അതെ അതെ, അനക്കോണ്ട ഞാൻ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞപ്പം കാണാന്നും പറഞ്ഞ് കണ്ടതാ. കൊള്ളാം, പടം കൊള്ളാം. അതെ, നല്ല ഗുഡ് റിവ്യൂ. ഈ അടുത്ത ഏതാന്ന് അറിയത്തില്ല. ഹൊറർ എനിക്ക് പേടിയാ പണ്ടേ. ഇവളുടെ ധൈര്യത്തിലെ കാണാതിരിക്കുന്നത്. എന്താവുന്ന് കണ്ടു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഞങ്ങൾ കടയിലെത്തി. അവസ്ഥ കേട്ടാ. പെപ്സി എടുക്കാം. പെപ്സിയിലൊക്കെ അബോർട്ടഡ് ഫീറ്റസിലൊക്കെ ചേർക്കണേ. ഇതും കൂടി ഇടാം. പറയുന്നു ഇങ്ങനത്തെ സാധനം. കോൺസ്പിറസി തിയറി കേട്ടിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. ഹൗ കുഡ് യു? ഇനി എന്താ ഐസ്ക്രീം അല്ലേ? ഓ, ഞങ്ങൾക്ക് ശരിക്കും വട്ടാണോന്ന് വെച്ചാൽ അറിയത്തില്ല. ഇനിയിപ്പോൾ തണുപ്പ് കൂടി ഒറ്റയ്ക്ക് അതിൻ്റെ പ്രാന്താണോന്ന് വെച്ചാൽ അതും അറിയത്തില്ല. ഐസ്ക്രീം എന്തായാലും എടുക്കാം. ചോക്ലേറ്റ് ഇല്ല മാൻ? ആ, ഉണ്ട്. നിനക്ക് വാനില മതി? ശരി, എനിക്കെന്നാ ഓറഞ്ച് മതി. നിനക്ക് വാനില അല്ലേ വേണ്ടേ? അപ്പം നിനക്ക് ചോക്ലേറ്റ് എടുക്കാവുന്ന 2 ഐറ്റംസ് എടുത്തു. സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ എന്താ വേണ്ട? അതെ, അപ്പം പേ ചെയ്യാൻ പോവാ. അത് കൊടുത്തു. റിച്ച് തന്നെ. എന്റെ കാർഡിന്റെ നമ്പർ ഈ നമ്പർ കോടികളുടെ കാർഡ് നശിപ്പിച്ച് എടുത്തോ. നിനക്ക് എടുക്കല്ലേ? ഓടായി ഇത് വന്നോ? അന്നെടുത്തോ. പോട്ടെ. കയ്യിലല്ലേ? ഈ സാധനം കഴിഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മിഷൻ ഐസ്ക്രീം ആൻഡ് പെപ്സി അല്ല കൊക്കോള സക്സസ്. എന്ത് കോലാന്ന് എനിക്ക് കണ്ടറിയത്തില്ല. ബാക്ക് ക്യാം ആയതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. തോന്നതാണല്ലേ റൺവേ മോഡലല്ലേ? എണ്ണയുടെ പ്രചോദനത്തിൽ മാത്രമാണ് ഇപ്പം ഇറങ്ങി പോന്നേക്കുന്നത്. ഇങ്ങനെ എനിക്കറിയാൻ മേല ഭഗവാൻ, ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് ഇവിടെ. അറ്റ്ലീസ്റ്റ് പാൻറ്റെങ്കിലും മാറ്റിയിട്ട് ഇറങ്ങാറുള്ളൂ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആരും ജഡ്ജ് ചെയ്യത്തില്ല. ഇവിടെ സമ്മറൊക്കെ കഴിഞ്ഞാൽ ഇതിലും വലിയ വിറ്റ ഇവിടുത്തെ ആൾക്കാർ നടക്കുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? നോബഡി കെയർസ്. ഡെന്ന എന്നൊരാളുടെ ഒറ്റ മോട്ടിവേഷൻ കൊണ്ടാണ് ഇപ്പം ഈ പാതിരാത്രി ഇറങ്ങി വന്നേക്കുന്നത്. അത് ഈ കോലത്തിൽ. അയ്യോ, പിന്നെ കട അടുത്തായിട്ട് കുഴപ്പമില്ല. ഇവിടെ കടയാണെങ്കിൽ ഇതാ ഞങ്ങളുടെ ഹോസ്റ്റല്.
പീടിയേക്ക് പോയി വരണ മാതിരി. അത് തന്നെ. പീടികയില് പോയി നിങ്ങളുടെ അവിടെ എന്താ പറയാ? പീഡിയ. ഓ കട. ഞാൻ പീഡിയാട്രിക്സ് വിചാരിച്ചേ. അല്ല, പീടിയ പീഡിയ പറഞ്ഞപ്പോ പീഡിയാട്രിക്സിന് അടുത്തല്ലല്ലോ. കട കട അടുത്തുള്ള ചെറിയ കടയല്ലേ. അവിടെ അറ്റ്ലീസ്റ്റ് വീട്ടിലാണെങ്കിലും മയത്തിലുള്ള ഡ്രസ് ഇട്ട് ഇറങ്ങാറുള്ളൂ അല്ലേ. ജാക്കറ്റ് ഇട്ട് ഭയങ്കര ഫുൾ പവറിലാണ് നടക്കുന്നത്. ഇത് മിക്കവാറും അൺകട്ടഡ് വേർഷൻ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഫുൾ റോ. അയ്യോ, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാ. ഹോസ്റ്റലെത്തി ഗൈസ്. അയ്യോ, താങ്ക് യു. അയ്യോ, ഒരു ഇന്ത്യക്കാരനെ കണ്ടു. നമ്മൾ ആരൊക്കെ ഉണ്ടാലും മൈൻഡ് ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലോറിലെത്തി. ഒന്ന് കയറിയാൽ മതി. വിജനമായ ഫ്ലോർ. ഒന്നും കാണുന്നില്ല അല്ലേ? ഫുൾ ഓഫ് ഇരിട്ടഡ് ആണ്. ഫുൾ ഓഫ് ഇരിട്ടഡ്. നമുക്ക് നമ്മുടെ സെറ്റപ്പ് കാണിച്ചു കൊടുക്കാം. തുറന്നു. ഞങ്ങൾ ലൈറ്റൊക്കെ പിടിപ്പിച്ച് സീനാണ്. ആണ് ഞങ്ങളുടെ ബെഡിന്റെ അകത്ത് ലൈറ്റ്. യെസ്, ഞങ്ങൾ പോയത് ഈ അടുത്തുള്ള കടയിലാണ്. ഇത് അവിടെ നിന്ന് കാണാൻ പറ്റും. ഏത് മൂവിയുടെ തന്നെ? നൈറ്റ്മെയർ ഓൺ എൽം സ്ട്രീറ്റ് 2010. 2010 തോന്നുന്നു. നീ കുഞ്ഞിലെ കണ്ടേക്കണാണല്ലേ? എനിക്ക് പൊതുവേ ഹൊറർ മൂവീസ് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ ഇവിടെ നിർബന്ധിക്കുമ്പോൾ ഇടയ്ക്കിരുന്ന് കാണാറുള്ളൂ. ഇന്നിപ്പം പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ സ്റ്റാർട്ട് ചെയ്തതാ. അപ്പം ഞങ്ങളെന്നാ പോയി സിനിമ കാണട്ടെ. ഓക്കെ, ചിയേഴ്സ്. ഞങ്ങളപ്പോൾ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, സിനിമയുടെ ഏകദേശം പകുതിയായി. എനിക്കറിയാൻ മേലെ എന്താ പറയണമെന്നുള്ളത്. ഒരുത്തിവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇത്ര എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടായില്ല കുഞ്ഞിനെ കണ്ടേന്നൊക്കെ. ഇവിടെ ഇങ്ങനത്തെ പടമൊക്കെ കുഞ്ഞിനെ കണ്ടോണ്ടിരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് ഞാൻ ഈ റൂമിൽ കിടന്നുറങ്ങും. കാണിച്ച് നീ ഇങ്ങനത്തെ പടമൊക്കെയാണോ കണ്ടോണ്ടിരുന്നേ? നിനക്ക് പേടിയൊന്നുമില്ല? നിനക്ക് ആ സമയത്ത് പേടിയില്ലായിരുന്നോ? ആ സമയത്ത് പോകത്തില്ലായിരുന്നു. എനിക്കറിയാൻ മേല. വച്ചോ, കണ്ടിന്യൂ. അങ്ങനെ പടം തീർന്നിരിക്കുന്നു. സമയത്ത് 10:30 ആയിട്ടുള്ളൂ. നേരത്തെ കണ്ടു. ഇവിടെ പിന്നെ നേരത്തെ കണ്ടേക്കണ പടാ. കുഴപ്പമില്ല. ഇനിയിപ്പോ ഉറങ്ങുമ്പോ വല്ല സ്വപ്നം കാണും ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. വിളിച്ചെണീപ്പിക്കും ഞാൻ എണീച്ച് കഴിഞ്ഞാ. കുഴപ്പമില്ല. ആ മൊമെന്റിലുള്ള പേടിയുള്ളൂ, അല്ലാണ്ട് അത് ഇങ്ങനെ എനിക്ക് വല്ല പേടിയായി കാര്യങ്ങളൊക്കെ. ദൈവത്തിന് അറിയാം. ഇനി ഉറങ്ങുമ്പോ അറിയാം. നാളെ പിന്നെ രാവിലെ തന്നെ ക്ലാസ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ, ബൈ ബൈ. സൈനിങ് ഓഫ്. Bye bye. Take care. Be safe, guys. Yo.